എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 5 വയസ്സുള്ള കുട്ടീന്റെ അളവിൽ ചെയ്തെടുത്തിരിക്കുന്ന പട്ടുപാവാടന്റെ ബ്ലൗസ് ആണ് കേട്ടോ. ഒരു ക്രോപ്പ് ടോപ്പ് പോലെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലെങ്ത് കൂട്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്നത് 1/2 മീറ്റർ ഫാബ്രിക് ആണ്. അതുപോലെ തന്നെ 1/2 മീറ്റർ ലൈനിങ്ങും തന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഫ്രണ്ട് പോർഷൻ വന്നിട്ട് വളരെ നോർമൽ ആയിട്ട് സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു ബ്ലൗസ് പോലെയാണ് ഇരിക്കുന്നത്. ഇതിന്റെ ബാക്കിലാണ് നോട്ടൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ലൈനിങ് ഇതുപോലെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ടോപ്പിന് ലെങ്ത് ആയിട്ട് 12 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 13 ഇഞ്ച് ലെങ്ത്തിലാണ് ഇതേപോലെ 4 ആക്കി മടക്കിയിട്ടിരിക്കുന്നത്. ലൈനിങ് വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ താഴ്ഭാഗം ഞാൻ ലൈനിങ്ങിന്റെ കൂടെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 1/2 ഇഞ്ച് താഴേക്ക് സീം അലവൻസ് ആയിട്ട് എടുത്തത്. അതല്ല നിങ്ങൾക്ക് താഴ്ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി തയ്ക്കാനാണ് ഇഷ്ടം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1.5 ഇഞ്ച് സീം അലവൻസ് എടുക്കണം കേട്ടോ. ഇനി നമുക്ക് അളവ് മാർക്ക് ചെയ്യാം. നോർമൽ ഷോൾഡർ എന്ന് പറയുന്നത് 5.5 ഇഞ്ചാണ്. അതായത് 5 ഇഞ്ച് ഷോൾഡറും 1/2 ഇഞ്ച് നമ്മൾ സീം അലവൻസും കൂടി ചേർത്ത് 5.5 ഇഞ്ചാണ്. ആ 5.5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മൾ ബാക്കിൽ കുറച്ച് ഇറക്കം അധികം കൊടുത്തിട്ട് അവിടെ നോട്ട് കൊടുക്കുന്നുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ നോർമൽ ഷോൾഡറിൽ നിന്ന് 1/4 ഇഞ്ച് ഞാൻ കുറയ്ക്കുന്നുണ്ട്. 1/4 ഇഞ്ച് കുറച്ച് ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നോർമൽ ഷോൾഡർ അടയാളപ്പെടുത്തിയ പോയിന്റിൽ തന്നെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ആ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കഴിഞ്ഞിട്ട് എത്രയാണോ ആം ഹോൾ എന്ന് വെച്ചാൽ ആ ആം ഹോൾ മാർക്ക് ചെയ്യുക. അതായത് നോർമൽ അളവാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ബാക്കിലെ നെക്കിന് ഇറക്കം നമ്മൾ അധികം കൊടുക്കുന്ന സമയത്ത് ഷോൾഡർ മാത്രം റെഡ്യൂസ് ചെയ്താൽ പോരാ, അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആം ഹോളും റെഡ്യൂസ് ചെയ്യണം. എത്രയാണോ ഷോൾഡറിൽ നിന്ന് കുറയ്ക്കുന്നത് അതേ അളവ് സെയിം അളവ് നമ്മൾ എന്ത് ചെയ്യണം, ആം ഹോളിൽ നിന്നും കുറയ്ക്കണം. ആം ഹോളിന് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വരച്ചു വെച്ചിരിക്കുന്ന ലൈനിന് മുകളിലേക്കാണ് മാർക്ക് ചെയ്യുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു രീതിയിലാണ് അത് വരിക. നോർമൽ ആം ഹോൾ വരയ്ക്കുന്നത് പോലെ ആം ഹോൾ വരയ്ക്കുന്നുണ്ട്. ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 6.5 ആണ്. അതിലേക്ക് 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഷോൾഡർ ലൈനിന് നേരെ താഴേക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യാം. 9 ഇഞ്ചാണ്. അവിടേക്കുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 6 ആണ്. അതിന്റെ കൂടെയും 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ബോട്ടം ലെങ്ത് മാർക്ക് ചെയ്യാം. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് 12 ആണ്. അതിലേക്ക് 1 ഇഞ്ച് സീമും കൂടി ചേർത്ത് 13 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. താഴത്തുള്ള വണ്ണമായിട്ട് 6.5 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെയും 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ചെറിയ കുട്ടി ആയതുകൊണ്ട് 2 ഇഞ്ച് സീം അലവൻസ് ആവശ്യമില്ല. പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പം കുറഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു 2 ഇഞ്ച് വെച്ചതാണ് കേട്ടോ. 2.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറയ്ക്കുക കേട്ടോ. 2.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ട് ഈ 1/2 ഇഞ്ചിലേക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് ഷോൾഡർ സ്ലോപ്പ് ആയിട്ട് വരയ്ക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ബാക്കിലുള്ള ആം ഹോൾ മാത്രമേ വരച്ചിട്ടുള്ളൂ. കാരണം സ്ലീവ്ലെസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ കുഴിച്ച് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ വരയ്ക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ വരച്ച പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 2 പീസായിട്ട് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് 3 ഇഞ്ച് ഇറക്കത്തിൽ ഒരു റൗണ്ട് നെക്ക് വരച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ക്യാൻവാസ് പേപ്പർ ഇല്ലാണ്ടാണ് നെക്ക് ചെയ്യുന്നത്. കാരണം ലൈനിങ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് ഈ ലൈനിങ് തന്നെയാണ് നെക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്ക് വിഡ്ത്ത് കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് നെക്ക് ചിലപ്പോഴൊക്കെ നമ്മൾ ഇതേപോലെ ക്യാൻവാസ് പേപ്പർ ഇല്ലാണ്ട് ചെയ്യുന്ന സമയത്ത് നെക്ക് വിഡ്ത്ത് കൂടിപ്പോയി നെക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്ന പ്രോബ്ലം ഉണ്ടാവും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ലൈനിങ്ങിൽ ഇതേപോലെ കുറച്ച് ക്ലോത്ത് വെച്ച് കട്ട് ചെയ്താൽ മതി. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിവർത്തുമ്പോൾ ആ നെക്ക് വിഡ്ത്ത് കറക്റ്റ് ആയിട്ട് അവിടെ ഉണ്ടാവും. നേരെ മറിച്ച് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്ത് പോകുമ്പോൾ നമ്മളൊരു ഐഡിയക്ക് അനുസരിച്ചിട്ട് അങ്ങ് വെക്കും. അപ്പോൾ നെക്ക് വിഡ്ത്തിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതാവുമ്പോൾ ആ വ്യത്യാസം ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരും ഇങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അല്ലാത്തവർ ഇനി ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. ഫ്രണ്ട് പീസ് വളരെ നോർമൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കിലേക്ക് വരാം. ബാക്കിലാണ് നമ്മൾ ഈ നോട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു 7.5 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 7.5 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ നെക്കിന് ഇറക്കമായിട്ട് 7.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ പോയിന്റിൽ നിന്ന് വിഡ്ത്തായിട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. മുകളിൽ 2.5 ഇഞ്ചാണ് വിഡ്ത്ത്. ഇത് 2 പോയിന്റും സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ യോജിപ്പിച്ച് വരയ്ക്കുമ്പോൾ നമുക്കൊരു ബക്കറ്റ് നെക്കിന്റെ ഷേപ്പാണ് കിട്ടുക. ഇനി ഇതിന്റെ താഴ്ഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ചെയ്ത സെയിം മെത്തേഡാണ്. കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലൈനിങ് അവിടെ വെച്ചിട്ട് ബാക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പാണ് കിട്ടുന്നത്. നമ്മൾ 7.5 ഇഞ്ച് ഇറക്കം കൊടുത്തതുകൊണ്ടാണ് നമ്മൾ 1/4 ഇഞ്ചോളം ഷോൾഡർ റെഡ്യൂസ് ചെയ്തത് കേട്ടോ. ഇവിടെ നമ്മൾ ഓവർ ഷോൾഡർ റെഡ്യൂസ് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ നമ്മൾ ഇങ്ങനെ നോട്ട് കൊടുക്കുന്ന സമയത്ത് അത് അങ്ങനെ അവിടെ ഇരിക്കും, കറക്റ്റ് ആയിട്ട് ഇരിക്കും. അതുകൊണ്ടാണ് ഓവർ ഷോൾഡർ റെഡ്യൂസ് ചെയ്യാത്തത്. സാധാരണ നോർമൽ കേസിലാണെങ്കിൽ നമ്മൾ ബാക്കിലേക്ക് ഒരു 2 ഇഞ്ച് നെക്കിന് ഇറക്കെടുത്തിട്ട് ബാക്കി ഓരോ ഇഞ്ച് കുറയ്ക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഷോൾഡർ റെഡ്യൂസ് ചെയ്യണം. അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യാൻ മറന്നിട്ടില്ല കേട്ടോ. കുറച്ച് തിരക്കായോണ്ടാണ് ചെയ്യാമേ.
മെയിൻ ഫാബ്രിക് ആകെ 1/2 മീറ്ററേ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ 1/2 മീറ്റർ ഇതേപോലെ 4 മടക്കിയിടുന്ന സമയത്ത് അതിന്റെ മുകളിൽ ലൈനിങ് വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഒരു 1/2 ഇഞ്ച് വിഡ്ത്ത് ലൈനിങ്ങിൽ കുറവുണ്ട്. അത് കുഴപ്പമില്ല. കാരണം നമ്മൾ ലൈനിങ്ങിന് 2 ഇഞ്ചോ സീം അലവൻസ് എടുത്തത് കൊണ്ട് തന്നെ അത് കുഴപ്പമില്ല. അപ്പം അത് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ 4 മടക്കിയിട്ട് അതിന്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് മെയിൻ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി താഴേക്ക് ബാലൻസ് വന്നിട്ടുള്ള പീസിനെ ഇതേപോലെ 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡോറി ഉണ്ടാക്കിയെടുക്കുക. വേറെ ഒന്നിനും ക്ലോത്ത് ഇല്ല. കറക്റ്റ് ക്ലോത്താണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു 3/4 മീറ്ററൊക്കെ ക്ലോത്ത് എടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ബാക്കിലെ പീസ് ചെയ്യാം. ബാക്കിലെ പീസിന് നല്ല വശത്തിന് മുകളിൽ ലൈനിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ പിൻ കുത്തി കൊടുത്തിട്ടുണ്ട്. ആം ഹോളിന്റെ ഭാഗം, നെക്കിന്റെ ഭാഗം, താഴ്ഭാഗം എല്ലാ ഭാഗവും നമ്മൾ പിൻ കുത്തി കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരൊറ്റ ലൈനിങ് വെച്ചിട്ടാണ് നമ്മൾ ആം ഹോൾ ആയാലും ശരി, താഴ്ഭാഗമായാലും ശരി, നെക്കായാലും ശരി ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നത്. വേറെ സ്റ്റിച്ച് ഒന്നും കൊടുക്കുന്നില്ല. അപ്പം അതുകൊണ്ട് എല്ലാ ഭാഗത്തും ഇതേപോലെ നല്ല രീതിയിൽ പിൻ കുത്തി കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഓൾറെഡി ഇതേപോലെ ഡോറി ഉണ്ടാക്കി എടുത്തിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് നെക്കിന്റെ മുകൾ ഭാഗത്ത് നിന്ന് 3 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫസ്റ്റത്തെ നോട്ട് കൊടുക്കുന്നത്. ആദ്യം ഞാൻ 1.25 മാർക്ക് ചെയ്തിരുന്നു. പക്ഷെ 1.25 മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്പണിംഗ് കൊടുക്കണം. ഇവിടെ നമ്മൾ ഒരു ഓപ്പണിങ്ങും കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 3 ഇഞ്ച് ഇറക്കം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതേപോലെ നോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അവർ ഓപ്പണിംഗ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്പണിംഗ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ പട്ടുപാവാടിന് ബ്ലൗസിന് ഹൂക്കും അയ്യും കൊടുക്കുന്നത് പോലെ ബാക്കിൽ നിങ്ങൾക്ക് ഹൂക്കും അയ്യും കൊടുക്കാം. ഇനി അതല്ല ഈ നോട്ട് വരുമ്പോൾ ബാക്കിൽ ഹൂക്കും അയ്യും കൊടുക്കുമ്പോൾ അത് ഭംഗി ഉണ്ടാവില്ല എന്നാണെങ്കിൽ സൈഡിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള സിബ് കൊടുത്താലും മതി കേട്ടോ. 3 ഇഞ്ച് കഴിഞ്ഞിട്ട് ബാക്കി 1.5 ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഡോറി അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കാരണം അത്രയല്ലേ ലെങ്ത് ഉള്ളൂ. ആ ലെങ്ത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ലെങ്ത്തിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമാണ്. എന്തെങ്കിലും ഓപ്പണിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് കുറച്ചും കൂടി മുകളിലേക്ക് കൊടുക്കാം. ഓപ്പണിംഗ് ഒന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നോട്ട് ഒരു 3 ഇഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അത്രമാത്രം ശ്രദ്ധിക്കുക. ആദ്യം ആം ഹോളിന്റെ ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഷോൾഡറിന്റെ അവിടെ എത്തുമ്പോൾ എൻഡ് ചെയ്യുക. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ. പിന്നെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഡോറി ഇതേപോലെ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തിട്ട് ഇത് ഉള്ളോട്ടേക്ക് നമ്മൾ വെച്ച് കൊടുക്കണം. അതായത് മെയിൻ ഫാബ്രിക്കിന്റെ ലൈനിങ്ങിന്റെ ഇടയിലായിട്ടാണ് നമ്മളിത് വെക്കുന്നത്. വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡോറി, അതായത് ഡോറിന്റെ തിക്നെസ് നിങ്ങൾക്ക് അറിയാലോ, അത് കടത്തിയെടുക്കാനുള്ള ഒരു ചെറിയ ഹോള് മാത്രം മതി. അല്ലാണ്ട് ഓവർ വലിയ രീതിയിൽ വേണ്ട. ചെറിയൊരു ഹോള് മാത്രം വെച്ചിട്ട് ബാക്കി പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത സെയിം അതേ ഷേപ്പ് പ്രകാരം സ്റ്റാർട്ടിങ്ങിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക. ഈ ഡോറി വെച്ച് കൊടുക്കുന്ന ഭാഗം എത്തുമ്പോൾ അവിടെ ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. കാരണം അത് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത പോയിന്റ് എത്തുന്ന സമയത്തും സെയിം ഇതേപോലെ തന്നെ ഡോറി മടക്കിയിട്ട് വെച്ച് കൊടുക്കുക. അവിടെ എത്തുമ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. ഇങ്ങനെ ഏതൊക്കെ പോയിന്റിലൊക്കെയാണോ ഉള്ളത് ആ പോയിന്റിലൊക്കെ സെയിം ഇതേ മെത്തേഡ് തന്നെ ചെയ്യുക. ബാക്കി താഴ്ഭാഗം റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യുക. ഓപ്പോസിറ്റും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഡോറി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ കാണുക. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക്. ഇനി ഓപ്പോസിറ്റ് സൈഡിലുള്ള ആം ഹോൾ സ്റ്റിച്ച് ചെയ്യുക. താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യുക. ഇതന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്കും താഴ്ഭാഗവും മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് ആം ഹോളിന്റെ ഭാഗം പൈപ്പിംഗ് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ക്ലോത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ഒക്കെ വെച്ച് ചെയ്യാം കേട്ടോ. അവിടെ നമുക്ക് ക്ലോത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതേപോലെ ചെയ്തെടുത്തേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ക്ലോത്ത്, അതായത് ലൈനിങ് ആണ് കറക്റ്റ് അളവ്. മെയിൻ ഫാബ്രിക്കിലുള്ള എക്സ്ട്രാ ക്ലോത്ത്, നെക്കിന്റെ ഭാഗത്തും ആം ഹോളിന്റെ ഭാഗത്തും ഒക്കെ ഉള്ള എക്സ്ട്രാ ക്ലോത്തുകൾ കട്ട് ചെയ്യുക. കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. നമ്മൾ ഈ 2 സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ആ 2 സൈഡിലും പിന്നെ ഷോൾഡറിന്റെ ഭാഗത്തും സ്റ്റിച്ച് ഇല്ല. അപ്പോൾ ആ ഭാഗങ്ങളിലൂടെ വേണം നമ്മൾ ഇതിനെ മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മറിച്ചെടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്തതിന് ശേഷം നമ്മൾ എവിടേക്കാണോ സ്റ്റിച്ച് ചെയ്തത് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആം ഹോളും നെക്കും താഴ്ഭാഗവും പെർഫെക്റ്റ് ആയിട്ട് വരും. ഇനി ഇതിൻ്റെ അകത്ത് വേറെ സ്റ്റിച്ചൊന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഡോറി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഷൂ ലേസ് കെട്ടുന്നത് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ ഒന്നായിട്ട് ഇങ്ങനെ കൂടിയിരിക്കുന്നത് പോലെയാണ് ഉള്ളത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നെക്ക് വിഡ്ത്ത് കറക്റ്റ് ആവാത്തത് കൊണ്ടാണ്. ഫ്രണ്ടിലെ പീസും ബാക്കിലെ പീസും തമ്മിൽ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ആ നെക്ക് വിഡ്ത്ത് കറക്റ്റ് ആവും. അപ്പൊ നമുക്ക് ആ ഡോറി കറക്റ്റ് ആയിട്ട് വരും. പിന്നെ ഒന്നും കൂടി ഇടുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഡോറി ഉണ്ടാക്കി എടുക്കുക. സെയിം ബാക്കിൽ ചെയ്ത പോലെ തന്നെ ഫ്രണ്ടിലും ചെയ്യാം. മെയിൻ ഫാബ്രിക് എടുക്കുക. അതിന്റെ മുകളിലായിട്ട് ലൈനിങ് വെച്ച് കൊടുക്കുക. ആം ഹോളിന്റെ ഭാഗം, നെക്കിന്റെ ഭാഗം, അടുത്ത ആം ഹോളിന്റെ ഭാഗം, താഴ്ഭാഗം, ഇത്രയും ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്യുക.
ബാക്കിലെ പീസും ഫ്രണ്ടിലെ പീസും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ബാക്കിൽ കുറച്ച് ഇറക്കമുള്ള നെക്കായിരുന്നു. ഇവിടെ കുറച്ച് ഇറക്കം കുറഞ്ഞ നെക്കാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ പീസ് കട്ട് ചെയ്യുക, കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക, മറിച്ചെടുക്കുക, പതിച്ചടിക്കുക. സെയിം ആണ് കേട്ടോ. ഷോൾഡറും കൂടി ഈ ഒരു സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്തെടുക്കുക. സൈഡ് നിങ്ങളുടെ അളവ് പ്രകാരം സ്റ്റിച്ച് ചെയ്യുക. കഴിഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക്. ഫ്രണ്ടിൽ നമ്മൾ വളരെ നോർമൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഒരു ബോട്ട് നെക്ക് പോലെ. ബാക്കിലാണ് നമ്മൾ ഇതേപോലെ ഡോറി കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഉത്സവ സീസണും അതുപോലെ തന്നെ വിഷു ഒക്കെയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കുട്ടികൾക്ക് ചെയ്തു കൊടുത്തു നോക്കുക. സാധാരണയിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.